അവിടെ ഉണ്ടായിരുന്ന ബ്ലഡ് ഡ്രോപ്സിനെ ഫോളോ ചെയ്ത് പേടിച്ച് പേടിച്ച് ജനലിനടുത്തേക്ക് ചെന്നപ്പോൾ ആരോ ഒരാൾ മതിൽ ചാടി പോകുന്നത് ഞാൻ കണ്ടു. എന്നെ രക്ഷിക്കാനായി പുറത്തുപോയ ഗണേഷ് തിരിച്ചു വന്ന് രാഹുലിനെ കൊന്നിട്ട് മതിൽ ചാടി രക്ഷപ്പെട്ടു പോയെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ജീവിതം നേരത്തെ തന്നെ നശിച്ചുപോയി. ഗണേഷിന്റെ ഭാവിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. എന്റെ ഭർത്താവിനെ കൊന്നത് ഞാനാണെന്ന് നിങ്ങളോട് കള്ളം പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ രാഹുലിനെ കൊന്നത് ആരാ? പറയേ. ഇവിടുന്ന് രക്തം പുരണ്ട ഒരു കത്തി കിട്ടിയിട്ടുണ്ട് സാർ. ഉടൻ തന്നെ അത് ഫോറൻസിക് ലാബിലേക്ക് അയക്കണം. ഓക്കെ സാർ. പ്രകാശ് സാർ, ഇവര് രണ്ടുപേരുടെയും മാത്രമല്ല, എന്റെ റൂമിലുള്ള ആ പയ്യന്റെയും ആ പോലീസ് ഓഫീസറിന്റെയും എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ്സ് എടുത്തിരിക്കണം. ക്രൈം സ്പോട്ടിൽ നിന്ന് ഒരു കത്തി കിട്ടിയിട്ടുണ്ട്. അതിലുള്ള ഫിംഗർ പ്രിന്റ്സ് ഇവരിൽ ആർക്കാണ് മാച്ച് ആവുന്നത് നോക്കിയിട്ട് പറയണം. ഐ വാണ്ട് ദ റിപ്പോർട്ട്സ് ഇമ്മീഡിയറ്റ്ലി. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ സാർ. കത്തിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ്സിനോട് ഇവരുടെ ഫിംഗർ പ്രിന്റ്സ് മാച്ച് ആവുന്നില്ല സാർ. കൂടാതെ ഞങ്ങളുടെ ബ്യൂറോയിൽ ഫർദർ കമ്പാരിസണും ചെയ്തു നോക്കി സാർ. Are you sure? യെസ് സാർ. Thank you, sir. വെൽക്കം സാർ. നിന്റെ ഭർത്താവ് ഇവനും വഴക്ക് കൂടിക്കൊണ്ടിരുന്നപ്പോ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവനെന്നെ കൊല്ലാൻ പോകണത്രേ. ഡോർ ക്ലോസ് ചെയ്യും, ഡോർ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യും, ക്ലോസ് ചെയ്യും. ആ രാഹുലിന്റെ കൂടെ മാനേജർ ദാസും ഉണ്ടായിരുന്നു. ഇവര് തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ? ഞാനത് ശരിക്കും ശ്രദ്ധിച്ചില്ല സർ. ആ മാനേജർ ദാസിന്റെ നമ്പർ ഉണ്ടോ? ഉണ്ട് സർ. ഇതാ അവനെ വിളിക്കും. നോ ഡൗട്ട് അവൻ തന്നെ ആയിരിക്കണം. കത്തിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ്സ് നിങ്ങൾ ആരുമായിട്ട് മാച്ച് ആവാത്തപ്പോ തീർച്ചയായിട്ടും ഈ കൊലപാതകം ആ മാനേജർ ദാസ് തന്നെ ചെയ്തിരിക്കണം. ഭാസ്കർ, സർ. പ്രകാശ്, ഇമീഡിയറ്റ്ലി ആ മാനേജർ ദാസിനെ അറസ്റ്റ് ചെയ്യ്. ഒരു കാരണവശാലും അവൻ എസ്കേപ്പ് ആവാൻ പാടില്ല. കം ഓൺ, ഗോ. എക്സ്ക്യൂസ് മീ. പറയൂ സർ. ആ വൈഷ്ണവ് എന്ന കുട്ടി ഏത് വാർഡിലാണ് ഉള്ളത്? ഇന്ന് രാവിലെ ഡിസ്ചാർജ് ആയി പോയല്ലോ സർ. താങ്ക് യു. പറയൂ ഭാസ്കർ. ഹോസ്പിറ്റലിലല്ല, വീട് പൂട്ടിയിരിക്കുക. അവൻ എസ്കേപ്പ് ആയെന്ന് തോന്നുന്നു. അവൻ തന്നെ, തീർച്ചയായിട്ടും അവൻ തന്നെ. അവന്റെ ഫാമിലി, സ്വന്തക്കാര്, ഫ്രണ്ട്സ്, ഇവരെ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യണം. ആരെയും വിടരുത്. സിറ്റിയിൽ നിന്ന് പുറത്തു പോകുന്നതും അകത്ത് വരുന്നതുമായിട്ട് എല്ലാ വെഹിക്കിൾസും ചെക്ക് ചെയ്യണം. എല്ലാ ചെക്ക് പോസ്റ്റും അലേർട്ട് ചെയ്യേ. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, എയർപോർട്ട്സ്, എല്ലാ സ്ഥലങ്ങളിലേക്കും പോലീസിനെ അയക്കേ. അവനെ എനിക്ക് കിട്ടിയേ മതിയാവും. സർ, ഞങ്ങള് പൊക്കോട്ടെ? അയ്യോ, തീർച്ചയായും. ഒരു ഹാഫ് ആൻ അവർ കൂടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ബാൻഡും മേളവും ഒക്കെ അറേഞ്ച് ചെയ്ത് നല്ല മര്യാദയും ആദരവോടെ വീട്ടിലേക്ക് വിടാം. മരിച്ചുപോയത് ഇന്ത്യസ് മോസ്റ്റ് ഫേമസ് ഫോട്ടോഗ്രാഫർ രാഹുൽ, ഒരു VIP. ഇത് എത്ര സീരിയസ് കേസാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ഈ കൊലയ്ക്കും നിങ്ങൾക്കും യാതൊരു ബന്ധമില്ലെന്ന് മനസ്സിലായാലും നിങ്ങളെ വെറുതെ വിടാൻ പറ്റില്ല. ശരിക്കുള്ള കുറ്റവാളിയെ കിട്ടുന്നത് വരെ നിങ്ങളാണ് കുറ്റവാളികൾ. നിന്റെ ഫ്രണ്ടിന് വേണ്ടി നീ എടുത്ത റിസ്ക് കാണുമ്പോ
നിന്നിൽ എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റി. എന്റെ പേഴ്സണൽ റിസ്കിൽ ഞാൻ നിങ്ങളെ പോവാൻ അനുവദിക്കാം. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഗണേഷ്, ഇനി നിങ്ങൾ രണ്ടുപേരും പോയിക്കോ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. പ്ലീസ്, ഐ വോണ്ട് ടു ബി അലോൺ. രാഹുലിന്റെ ഫോണിലേക്ക് ഇവനെന്തിനാ മെസ്സേജ് അയക്കുന്നത്? Sir? Sir?